ചോദ്യം ഇതാണ്, ഇതിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും നമ്മൾ ശാന്തി മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ, അവയിൽ രണ്ടിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ തൈത്തിരീയ ഉപനിഷത്തോ തൈത്തിരീയ ഉപനിഷത്തിലെ ഒരു വല്ലിയോ മുഴുവനായി പഠിച്ചിട്ടില്ല. അനേകം അനുവാകങ്ങളുള്ള ഒന്നാം വല്ലിയിൽ നിന്ന് 11ാമത്തെ അനുവാകം മാത്രം അടർത്തിയെടുത്ത് പഠിക്കുക ചെയ്തത്. വേദമനുച്യാചാര്യ എന്ന് തുടങ്ങുന്ന 11ാം അനുവാകം മാത്രം അടർത്തിയെടുക്കുക ചെയ്തത്. പൂർണ്ണമായി പഠിച്ചിട്ടില്ല. പൂർണ്ണമായി പഠിക്കുമ്പോൾ നമ്മൾ തൈത്തിരീയോപനിഷത്ത് മുഴുവൻ പഠിക്കണം. തൈത്തിരീയോപനിഷത്ത് കൃഷ്ണ യജുർവേദീയമാണ്. കൃഷ്ണ യജുർവേദത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന തൈത്തിരീയ ശാഖയിലെ ഉപനിഷത്താണ് തൈത്തിരീയ ഉപനിഷത്ത്. ഇത് വളരെ പ്രധാനമാണ്. ഇതിന് ഭാഷ്യകാരൻ വളരെ വിശദമായി ഭാഷ്യം തന്ന് അനുഗ്രഹിച്ചു. ആ ഭാഷ്യത്തിൻ്റെ താത്പര്യത്തെ പ്രത്യേകമായി സുരേശ്വരാചാര്യസ്വാമികൾ വാർത്തികമായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെ ഉത്കൃഷ്ടമാണ് തൈത്തിരീയോപനിഷത്ത്. അപ്പം കൃഷ്ണ യജുർവേദത്തിൽപ്പെട്ട എല്ലാ ഉപനിഷത്തുക്കൾക്കും ശാന്തി മന്ത്രം ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ ഓം ശാന്തി 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 എന്നുള്ളതാണ്. അതാണ് കൃഷ്ണ യജുർവേദീയങ്ങളായ എല്ലാ ഉപനിഷത്തുക്കളുടെയും ശാന്തി മന്ത്രം. 50-ലേറെ ഉപനിഷത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് പറയണത് കൃഷ്ണ യജുർവേദീയങ്ങൾ. 50-ലേറെ നമുക്ക് കിട്ടിയിട്ടില്ല, കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അവയുടെയൊക്കെ ശാന്തി മന്ത്രം ഓം സഹനാവവതു ആണ്. എന്നാൽ അപ്പോൾ തൈത്തിരീയോപനിഷത്തിൻ്റെ ശാന്തി മന്ത്രം എന്താ? ഒരു സംശയമില്ല, സഹനാവവതു സഹനൗ ഭുനക്തു എന്നുള്ളതാണ്. അപ്പോൾ പഴയ ഒരു സമ്പ്രദായമാണ്, പണ്ട് അനുവർത്തിച്ചു വരുന്നതാണ്. ഉപനിഷത്ത് പഠനത്തിൽ ആരംഭത്തിലും അവസാനത്തിലും ശാന്തി മന്ത്രം ചൊല്ലണം എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ആചരണങ്ങൾ നമ്മളും പാലിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം സമ്പ്രദായങ്ങൾ മുന്നോട്ട് വെച്ച ആചരണങ്ങളെ ഓരോ തലമുറയും ചെയ്യുന്നതിലൂടെയാണ് ഈ ആചാരാനുഷ്ഠാനങ്ങളും ശാസ്ത്രങ്ങളുമൊക്കെ നിലനിൽക്കുന്നത്. അതിൽ തെറ്റുവരുത്താൻ പാടില്ല. അപ്പോൾ ഓരോ തലമുറയിൽപ്പെട്ടവരും അത്തരം ആചരണ വിഷയങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ വിഷയം ശങ്കരാചാര്യസ്വാമികൾ തന്നെ ഈ ഗുരുനാഥനെ പോയി നമസ്കരിക്കുന്നതായ വിഷയം വന്നപ്പോൾ പറയുന്നുണ്ട്. അസ്മദാദിഷു അപി ഉപസദന വിധേഹേ ഇഷ്ടത്വാത് എന്ന് പറയുന്നിടത്ത് മധ്യദീപിക ന്യായേന എന്ന് പറയും. മധ്യദീപിക ന്യായേന അസ്മദാദിഷു അപി ഉപസദന വിധേഹേ ഇഷ്ടത്വാത്. മധ്യദീപിക ന്യായം കൊണ്ട് ഉപസദന വിധി നമ്മളെപ്പോലുള്ളവർക്കും ഇഷ്ടമായതുകൊണ്ട് എന്ന്. എന്താർത്ഥം? മധ്യദീപിക ന്യായം എന്ത് ന്യായ? ഇപ്പം നമ്മൾ ഇത് രാത്രി സമയമാണെന്ന് വിചാരിച്ചോളൂ, മൊത്തം ഇരുട്ടാണെന്ന് വിചാരിച്ചോളൂ. അപ്പം നമ്മൾ ഇവിടെ ഒരു വിളക്ക് വെച്ചു. ആ വിളക്ക് നല്ല വിളക്കാണെങ്കിൽ ഈ മുറി മുഴുവൻ വെളിച്ചം ഉണ്ടാവും. ശരി, ഒരു വിളക്ക് നമ്മൾ പുറത്ത് കൊണ്ടുവച്ചു എങ്കിൽ പുറം മുഴുവൻ വെളിച്ചം ഉണ്ടാവും, അകം വെളിച്ചം ഉണ്ടാവില്ല. അകത്ത് വെച്ച വിളക്ക് കൊണ്ട് പുറത്തും വെളിച്ചം ഉണ്ടാവില്ല എന്ന് നമ്മൾ ആ വരാന്തയിലവിടെ വെച്ചു, അല്ലെങ്കിൽ പടിയുമ്മലവിടെ വെച്ചു. അപ്പോഴോ പടിയുമ്മൽ വെച്ചപ്പോൾ അകത്തും കുറച്ച് വെളിച്ചമുണ്ട്, പുറത്തും കുറച്ച് വെളിച്ചമുണ്ട്. ഇതാണ് മധ്യദീപിക ന്യായം. ഇതുപോലെ നമ്മൾ പൂർവികന്മാർ ചെയ്ത ആചരണം അതിന് മുമ്പുള്ളവർ ചെയ്തിരുന്നു എന്ന് കാണിക്കാനും അതിന് ശേഷമുള്ളവർ ചെയ്യണം എന്ന് കാണിക്കാനുമാണ്. അപ്പോൾ ഗുരുനാഥനെ പ്രാപിച്ച് നമസ്കരിക്കുക, സേവ ചെയ്യുക, ബഹുമാനപൂർവ്വം സംശയം ചോദിക്കുക എന്നുള്ളത് പണ്ടുള്ളവർ ചെയ്തതാണ്, ഇനിയുള്ളവർ
ചെയ്യുകയും വേണം എന്ന് പറയും. അതുപോലെ പഠനത്തിൻ്റെ ആരംഭത്തിലും ഒടുവിലും ശാന്തിമന്ത്രം തുടങ്ങിയവ ചെയ്യാന്നുള്ളത് അനുഷ്ഠേയമാണ്. അത് സമ്പ്രദായമാണ്. അത്തരം സമ്പ്രദായങ്ങൾ എല്ലാവരും ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല. പലപ്പോഴും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ധർമ്മമൂല്യങ്ങളെയും ആശയങ്ങളെയും നിലനിർത്തി അടുത്ത തലമുറയിലേക്ക് പകരുന്നത്, ഇല്ലേ? ഇപ്പോൾ നമുക്ക് നമ്മളൊരു സ്ഥലത്ത് കാലിൻ്റെ മുകളിൽ കാലും വെച്ചിരിക്കുക. അപ്പോഴാണ് അച്ഛൻ വരണത് അല്ലെങ്കിൽ അമ്മ വരണത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഉടനെ എഴുന്നേൽക്കും. മുണ്ട് മടക്കി കെട്ടിയതൊക്കെ ഒന്ന് അഴിച്ചിട്ട്, എന്താ അത്? സ്വാമി ബഹുമാനമാണ്, എഴുന്നേൽക്കാന്ന് എടുത്താൽ ബഹുമാനം? എന്നിട്ട് ബഹുമാനമായോ? ഇല്ല. എന്നാൽ അത്തരം ആചരണങ്ങൾ തലമുറകൾ ചെയ്തതുകൊണ്ടാണ് ആ മൂല്യം പകർന്നു നൽകപ്പെടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആചരണങ്ങൾ അനുഷ്ഠാനങ്ങളൊന്നും ബാഹ്യമായ ക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അതൊരു ഭാവത്തെ സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ശാന്തി മന്ത്രമൊക്കെ ചെയ്യണം. അപ്പോൾ ഏതാണ് തൈത്തിരീയോപനിഷത്തിൻ്റെ ശാന്തി മന്ത്രം എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാം, അത് കൃഷ്ണ യജുർവേദീയമായതുകൊണ്ട് സഹനാവവതു സഹനൗ ഭുനക്തു എന്നുള്ളതാണ് ശാന്തി മന്ത്രം. എന്നാൽ തൈത്തിരീയോപനിഷത്തിൻ്റെ 1-ാം വല്ലി, അതായത് ശിക്ഷാവല്ലി, ആ ശിക്ഷാവല്ലിക്ക് മാത്രമായിട്ട് ഒരു ശാന്തി മന്ത്രമുണ്ട്. അത് 2-ാം വല്ലിക്കോ 3-ാം വല്ലിക്കോ ഇല്ല. അത് 1-ാം വല്ലിക്ക് മാത്രമായിട്ടുള്ള ശാന്തി മന്ത്രമാണ്. അത് ശന്നോ മിത്രശം വരുണഃ ശന്നോ ഭവത്വര്യമാ ശന്ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശന്നോ വിഷ്ണുരുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതോ തദ്ഭക്താരമവതോ അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ്. ഇതിനും വിശേഷമുണ്ട്. എന്താ ഇതിൻ്റെ വിശേഷം? ഇത് ആരംഭത്തിൽ ചൊല്ലിയതാണ് ഇപ്പോൾ ചൊല്ലിയത്. അവസാനത്ത് ചൊല്ലുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ ചെറിയ വ്യത്യാസം? ഓം ശന്നോ മിത്രശം വരുണഃ ശന്നോ ഭവത്വര്യമാ ശന്ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശന്നോ വിഷ്ണുരുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മാവാദിശം ഋതമവാദിശം സത്യമവാദിശം തന്മാമാവീത് തദ്ഭക്താരമാവീത് ആവീന്മാം ആവീദ്വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതെന്താ മാറ്റം? മാറ്റമുണ്ട്. അവിടെ ഞാൻ പറയുന്നു, എന്നെ രക്ഷിക്കണമേ, ഗുരുനാഥനെ രക്ഷിക്കണമേ എന്നീ പ്രാർത്ഥനകളെ അവസാനം ചൊല്ലുന്നത് ഞാൻ പറഞ്ഞു, എന്നെ രക്ഷിച്ചു, ഗുരുനാഥനെ രക്ഷിച്ചു എന്നാണ്. ആദ്യം രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ആദ്യം ചൊല്ലിയത്, രക്ഷിച്ചു എന്നുള്ളതാണ് അവസാനം ചൊല്ലുന്നത്. എന്താ വ്യത്യാസം? പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്നെയും രക്ഷിക്കണേ ഗുരുനാഥനെയും രക്ഷിക്കണേ എന്ന് പറയുകയാണ്, ഇല്ലേ? ഒരു പഠനം തുടങ്ങുമ്പോൾ എന്നെ രക്ഷിക്കണം. ഒരു തലവേദന വന്നാൽ പഠിത്തം മുടങ്ങിയില്ലേ? ഒരു പല്ലുവേദന വന്നാൽ പഠിത്തം മുടങ്ങിയില്ലേ? ഒരു മൂക്കുവേദന വന്നാൽ പഠിത്തം മുടങ്ങിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പഠിക്കുന്നത് വേദാന്തമൊക്കെ തന്നെയാണ്. പക്ഷേ ശരീരത്തിന് തീരെ വയ്യാതായ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പറയാണ് എന്നെ രക്ഷിക്കണേ. അതുപോലെ ഗുരുനാഥന് വല്ല രോഗവും വന്നാൽ, തൊണ്ടയൊന്ന് ചെറിയൊരു ഒരു പ്രശ്നം വന്നാൽ മതി, പറയാൻ സംസാരിക്കാൻ പറ്റില്ല, അല്ലേ? തൊണ്ടയ്ക്കൊരു രോഗം വന്നു, അല്ലെങ്കിൽ വായയ്ക്കൊരു രോഗം വന്നു, അല്ലെങ്കിൽ ഗുരുനാഥന് വയ്യ,
ഇരിക്കാൻ വയ്യ, അപ്പോഴൊക്കെ പഠിക്കണത് മുടങ്ങും. അതുകൊണ്ട് പറയണം ഗുരുനാഥനെ രക്ഷിക്കണേ. ഇതിപ്പോൾ പഠനം പൂർത്തിയാക്കി, അപ്പോൾ ഒരു കൃതജ്ഞത പറയുകയാണ്. എന്താണ്? ഓ, ബ്രഹ്മവിദ്യയോട് പറയുക, നീ എന്നെ രക്ഷിച്ചല്ലോ, സന്തോഷമായിട്ടോ, പഠിത്തം പൂർത്തിയായി, നീ ഗുരുനാഥനെ രക്ഷിച്ചല്ലോ, സന്തോഷമായി, കൃതാർത്ഥതയായി എന്ന്. അതുകൊണ്ടാണ് ആദ്യത്തെ പ്രാവശ്യം ചൊല്ലുമ്പോൾ രക്ഷിക്കണമേ, രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലുമ്പോൾ രക്ഷിച്ചു. ഇന്ന് കഴിഞ്ഞല്ലോ, ഇന്ന് പഠിച്ചുല്ലോ, ഇനിയിപ്പോൾ നാളെ പഠിക്കുമ്പോൾ നോക്കാം, രക്ഷിക്കണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കും. ഈ പഠിക്കണേൻ്റെ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നം വരാമല്ലോ, ഇല്ലേ? അതെ, നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം ഒത്ത് പ്രവർത്തിക്കുമ്പോഴല്ലേ പഠിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ എവിടെയാണ് പഠിക്കാൻ പറ്റുക? ശക്തമായ ഏതെങ്കിലും ദേഹത്തൊരു ഭാഗത്ത് വേദന ഉണ്ടെങ്കിൽ സ്വസ്ഥമായി ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആരംഭത്തിലും അവസാനത്തിലും ഈ ശാന്തി മന്ത്രത്തിൽ വ്യത്യാസമുള്ളത്. ഇതാണ് അതിനുള്ള മറുപടി. ഇവിടെ വിഷയമാണിത്. സഖ്യാനന്ദ സ്വാമികൾ വളരെ പഠനം നടത്തി, വളരെ ഗവേഷണങ്ങൾ നടത്തി. ശങ്കരാചാര്യസ്വാമികൾ പ്രധാനമായി 3 ഉണ്ട് എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. ഒന്ന്, ഭഗവാൻ ഭാഷ്യകാരൻ എന്ന് നമ്മൾ വിളിക്കുന്ന പ്രസ്ഥാനത്രയ ഭാഷ്യത്തിന് ഭാഷ്യമെഴുതിയ ശങ്കരാചാര്യർ. പിന്നീട് ആ സമ്പ്രദായത്തിൽ ലോപങ്ങളും ദോഷങ്ങളുമൊക്കെ വന്നപ്പോൾ, അഥവാ അതിൻ്റെ തീവ്രതയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി വന്ന ഒരു അഭിനവ ശങ്കരാചാര്യർ. ഇതിൽ രണ്ടാമത് പറഞ്ഞ ആളാണ് കാലടി നിവാസിയായ ശങ്കരാചാര്യർ. ഭഗവാൻ ഭാഷ്യകാരൻ കാലടിയിൽ ജനിച്ച ആളല്ല എന്നുള്ളതാണ്. വിരോധമില്ല, പക്ഷേ നമുക്കറിയില്ല എന്ന് പറയുന്നതാണ് നമുക്ക് ഉചിതമായിട്ടുള്ളത്. കാലടിയിലാണ് ശങ്കരാചാര്യർ ജനിച്ചതെന്നുള്ളത് പണ്ടേ പ്രസിദ്ധമാണ്. പക്ഷേ ആ കാലടി എവിടെയായിരുന്നു, എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വിദ്വാൻമാർക്കിടയ്ക്ക് ഏകാഭിപ്രായം ഉണ്ടായിരുന്നില്ല. കാരണം കാലടി എന്നുള്ള പേരിൽ പല സ്ഥലത്തും പ്രദേശമുണ്ടായിരുന്നു. പൊതുവെ നമ്മുടെ ഇടയ്ക്ക്, മലയാളികളുടെ ഇടയ്ക്ക് പൂർണ്ണ നദിയുടെ പെരിയാറിൻ്റെ തീരത്തുള്ള കാലടി എന്ന് തന്നെ ഒരു വിശ്വാസം പണ്ടേ പോരുന്നുണ്ടെങ്കിലും വിദ്വാൻമാർക്കിടയ്ക്ക് ഈ വിഷയത്തിൽ ഏകാഭിപ്രായം ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ, അതായത് 1900കളുടെ ആരംഭത്തിൽ ഈ ശങ്കര ദിഗ്വിജയങ്ങളിൽ പറയുന്ന കാലടി പെരിയാറിൻ്റെ തീരത്തുള്ള കാലടി തന്നെയാണ് എന്ന വിഷയത്തിൽ സാമാന്യമായി വിദ്വാൻമാർക്കിടയ്ക്കൊരു നിർണയം ഉണ്ടായി. ആ നിർണയത്തിലേക്ക് നയിച്ചത് ആ കാലത്ത് ശൃംഗേരി മഠാധിപതി ആയിരുന്ന മഹാസന്നിധാനം, അവരുടെ പേര് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല, വിദ്യാതീർത്ഥ എന്നുള്ളതൊന്നുണ്ട് എന്നോടൊന്നിച്ചു. ഭാരതീയ വിദ്യാതീർത്ഥയാണോ വിദ്യാതീർത്ഥ ഭാരതിയാണോ എന്താണെന്ന് ഓർമ്മയില്ല. ഏതായാലും ആ ശൃംഗേരി മഹാസന്നിധാനവും കാഞ്ചി കാമകോടി പെരിയവരും ഏകാഭിപ്രായം മുന്നോട്ട് വെച്ചു. അത് പെരിയാറിൻ്റെ തീരത്തുള്ള കാലടി തന്നെയാണ് ശങ്കരാചാര്യസ്വാമികളുടെ ജന്മസ്ഥലം. അതിനുശേഷം നമ്മളതൊരു തർക്കത്തിലേക്ക് ആരും കൊണ്ടുപോകാറില്ല. അത്രേ പറയാൻ പറ്റൂ, അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ശങ്കരാചാര്യന്മാർ അനേകമുണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു മഠം, അവിടെ ഒരു 70 ശങ്കരാചാര്യരെ കൂട്ടിയാൽ ഇതിനകം ഒരു 280 ശങ്കരാചാര്യന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ വിദ്വാൻമാരാണ്, വലിയ പണ്ഡിതന്മാരാണ്, ഉപാസകന്മാരാണ്, ശാസ്ത്രത്തിൻ്റെ വലിയ മർമ്മമറിഞ്ഞ വിദ്വാൻമാർ ആ കൂട്ടത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ടാവും. എന്തിന്, ശൃംഗേരി മഠത്തിൽ തന്നെയാണല്ലോ ശങ്കരാനന്ദ സ്വാമികളും വിദ്യാരണ്യ സ്വാമികളും ഒക്കെ ഉണ്ടായത്. അങ്ങനെ എല്ലാ മഠങ്ങളിലും വലിയ വിദ്വാൻമാരുടെ പരമ്പര ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ കേരളത്തിൽ ഒതുങ്ങി പ്രവർത്തിച്ച ഒരു ശങ്കരാചാര്യരുണ്ടായിരുന്നു. കേരളത്തിൽ ഒതുങ്ങി പ്രവർത്തിച്ച ഒരു ശാങ്കര സങ്കല്പം നമുക്കുണ്ട്.
അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ സമാധിയായിട്ടുള്ള യാതൊരു ഗുരുനാഥൻ്റെ 4 ശിഷ്യന്മാർ 4 മഠങ്ങൾ തൃശ്ശൂരിൽ തന്നെ ഉണ്ടാക്കി. തെക്കേ മഠവും വടക്കേ മഠവും ബ്രഹ്മസ്വവും ഒക്കെ നടുവിലും ഒരേ സ്ഥലത്ത് ഉണ്ടാക്കി. അപ്പോൾ കേരളത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞ ഒരു ശങ്കരാചാര്യ സങ്കല്പം നമുക്കുണ്ട്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയ ഒരു ശങ്കര സങ്കല്പം. ഇതിപ്പോൾ സംശയരഹിതമായിട്ട് ആർക്കും പറയാൻ വയ്യ, തർക്ക വിഷയങ്ങളാണ്. ഇപ്പം നമുക്ക് എന്തേ പറയാനുള്ളൂ വെച്ചാൽ, നമ്മളൊരു ശങ്കരാചാര്യരെ കാണുന്നുണ്ട്. എവിടെ കാണുന്നുണ്ട്? ശങ്കര ഭാഷ്യങ്ങളിലൂടെ, പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങളിലൂടെ. 10 ഉപനിഷത്തുക്കൾക്കും ബ്രഹ്മസൂത്രങ്ങൾക്കും ഭഗവത്ഗീതയ്ക്കും ഭാഷ്യം വിരചിച്ച ശങ്കരാചാര്യസ്വാമികളെ നമ്മൾ കാണുന്നുണ്ട്. പ്ലസ് പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതിയ ശങ്കരാചാര്യർ. അതിൻ്റെ കൂടെ അനേക സ്തോത്രങ്ങൾ എഴുതിയ ശങ്കരാചാര്യർ. ഈ ശങ്കരാചാര്യരെ നമുക്കറിയാം. ആ ശങ്കരാചാര്യർ അങ്ങനെയാണ് മാനിക്കുക. അല്ലാണ്ട് നമുക്ക് വേറൊന്നും തർക്കത്തിലേക്ക് പോയിട്ട് നിർണയത്തിലെത്താൻ പറ്റില്ല. തർക്കോപ്രതിഷ്ഠ, തർക്കത്തിന് പ്രതിഷ്ഠയില്ല. പിന്നെ ശ്രുതയോ വിഭിന്ന എന്നുള്ളത് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ശ്രുതി വിഷയമല്ല ഇത്. നൈകോ ഋഷിർയസ്യ വചപ്രമാണം, ഒരാചാര്യൻ്റെ വാക്ക് മാത്രം പ്രമാണമാകുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഭാഷ്യങ്ങളിലൂടെ നമ്മൾ കാണുന്ന ശങ്കരാചാര്യരെ ആദരപൂർവ്വം സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നൊരഭിപ്രായം. മറ്റേ നമുക്ക് അറിയില്ല. വിദ്വാൻമാർക്ക് തന്നെ പല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു. ശങ്കരാചാര്യരുടെ കൃതികൾ എന്ന് പറയപ്പെടുന്ന പലതും ശങ്കരകൃതികളല്ല എന്നൊക്കെ വിദ്വാൻമാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ശരി, ഈ കൃതികളിലൂടെ നമ്മൾ കാണുന്ന ഒരു ശങ്കരാചാര്യരുണ്ടല്ലോ, ഇല്ലേ? അവിടെ നമുക്ക് ബഹുമാനിക്കാലോ, അവിടെ ആദരിക്കാലോ. അല്ലാതെ നമ്മൾ ആരെങ്കിലും ശങ്കരാചാര്യരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ല സ്വാമി, ശങ്കരാചാര്യ ചിത്രമൊക്കെ കാണില്ലേ? അതൊക്കെ പിൽക്കാലത്തുള്ള ചിത്രങ്ങളല്ലേ. ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞൊരു ശങ്കരാചാര്യരുടെ ചിത്രമുണ്ട്. അതെപ്പോൾ ഉണ്ടായതാ? ഈ അടുത്തുണ്ടായതാണ്. രാജാരവിവർമ്മ വരച്ചതാ. ഇപ്പം നമ്മളെ മനസ്സ് പതിഞ്ഞൊരു ലക്ഷ്മിയുണ്ട്, രാജാരവിവർമ്മ വരച്ചതാ. ഇപ്പം നമ്മളെ മനസ്സ് പതിഞ്ഞൊരു സരസ്വതി ഉണ്ട്, രാജാരവിവർമ്മ വരച്ചതാ. രാജാരവിവർമ്മയാണ് പല ദൈവങ്ങൾക്കും രൂപം കൊടുത്തത്. ശരിയല്ലേ? ആരെങ്കിലും അഭിപ്രായ വ്യത്യാസമായി പറയാട്ടോ. സരസ്വതിക്ക് ലക്ഷ്മിക്കൊക്കെ രൂപം കൊടുത്തത് പൂനെയിലുള്ളൊരു സുന്ദരിയെ മോഡലാക്കി നിർത്തിയിട്ടാണ്. മഹാരാഷ്ട്രക്കാരിയായ പൂനെയിലുള്ള ഒരു സുന്ദരിയെ പിടിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു, ഇരുന്ന് കാലിങ്ങനെ വയ്ക്കാൻ പറഞ്ഞു, കാലങ്ങനെ വെച്ചു. എന്നിട്ട് അത് നോക്കിയിട്ടാണ് സരസ്വതി ഡിസൈൻ ചെയ്തത്. അതുപോലെ ലക്ഷ്മിയും നേരെ നിൽക്കാൻ പറഞ്ഞു, ആകെ നിന്നു, അത് ലക്ഷ്മീനെ വരച്ചു. ശങ്കരാചാര്യ പ്രസിദ്ധമായ രൂപം അതാണ്. അതുകൊണ്ട് നമ്മൾ രൂപത്തിൽ കുടുങ്ങിപ്പോയിക്കൂടാ. ഈ രൂപത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പ്രശ്നങ്ങളിലേക്ക് പോകാത്ത നല്ലത്. കാരണം ഇപ്പം വിഷ്ണുവിനൊരു ധ്യാനമുണ്ട്. ആ വിഷ്ണുവിൻ്റെ ധ്യാനത്തിനനുസരിച്ചാണ് നമ്മൾ വിഷ്ണുവിൻ്റെ ചിത്രം വരയ്ക്കുക, അല്ലേ? അല്ലാത്തൊരു ചിത്രം, അല്ലാത്തൊരു ശില്പം ഒരാൾ തയ്യാറാക്കിയാൽ നമ്മളത് വിഷ്ണുവായിട്ട് സ്വീകരിക്കുകയോ? എന്താ അഭിപ്രായം? ഇല്ല. ഇത് ഞാൻ വിഷ്ണുവിനെ വരച്ചതാണ്, ശരി, ഇത് നിന്റെ വിഷ്ണു ആയിരിക്കും, ഇത് ലോകത്തിൻ്റെ വിഷ്ണു അല്ല. ലോകത്തിൻ്റെ വിഷ്ണു ആണെങ്കിൽ എന്ത് വേണം? ശംഖ, ചക്ര, ഗദ, പത്മധാരിയായിരിക്കണം. അല്ലെങ്കിൽ നീ തോന്നിയണം വരച്ചാൽ സ്വീകരിക്കില്ല. അപ്പോൾ ശംഖചക്ര കഥാപത്മങ്ങളുള്ള രൂപമാണ് വൈഷ്ണവ രൂപമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. തേനൈവ രൂപേണ ചതുർഭുജേന. എന്നാൽ അപ്രകാരം ഒരു ധ്യാനമൊന്നും ശങ്കരാചാര്യർക്കില്ല. അപ്പോൾ ചിത്രകാരന്മാർ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് വരച്ചു. അങ്ങനെ വരയ്ക്കുമ്പോൾ പലതിനാൽ പ്രഭാവിതരാകും.
ഉദാഹരണം പറയാം, വലിയ തർക്ക വിഷയമാണ്. നമ്മൾ തർക്കത്തിലേക്കൊന്നും പോകണ്ടേ, വലിയ തർക്ക വിഷയമാണ്. അടിയുടെ വിഷയമാണ്. നമ്മളതിലേക്കൊന്നും പോകണ്ട. എന്താ അത്? ആദിശങ്കരാചാര്യർ, ഭഗവാൻ ഭാഷ്യകാരൻ എന്ന് നമ്മൾ പറയുന്ന ശങ്കരാചാര്യ സ്വാമികൾക്ക് ദണ്ടുണ്ടാവുമോ ഇല്ലയോ? ഇതാണ് വിഷയം. വലിയ വിഷയമാണ്. അപ്പം നമ്മൾ ശങ്കരാചാര്യർക്ക് ദണ്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യന്മാർ നമ്മളെ പിടിച്ച് ദണ്ടുകൊണ്ടടിക്കും. അംഗീകരിക്കാൻ പറ്റില്ല. ശങ്കരാചാര്യർക്ക് ദണ്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ശങ്കരാചാര്യർക്ക് ദണ്ടുണ്ട്, എന്നാൽ ദണ്ടുണ്ടാവുമോ എന്ന് ചോദ്യം. എന്നാൽ സ്വാമിയുടെ അഭിപ്രായം പറയൂ. എൻ്റെ അഭിപ്രായം ദണ്ടുണ്ടാവില്ല എന്നാണ്. ഒരു കാരണവശാലും ദണ്ടുണ്ടാവില്ല. ഒരു ശങ്കരാചാര്യന്മാർക്കുണ്ടല്ലോ, അതുണ്ടാവും. മഠാധിപതിയുടെ ചിഹ്നമാണ്. ശങ്കരാചാര്യർ മഠാധിപതി ആയിട്ടില്ല. മഠം സ്ഥാപിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുക ചെയ്തത്. ഗുരുനാഥൻ മഠാധിപതി ആയിട്ടില്ല. പോയിന്റ് 1. പോയിന്റ് 2, പരമഹംസ സന്യാസ ദീക്ഷാ സമയത്ത് ദണ്ട് ഉപേക്ഷിക്കുന്നുണ്ട്. അതുവരെയുള്ള സന്യാസ ദീക്ഷകളിലൊന്നും ദണ്ട് ഉപേക്ഷിക്കില്ല, ദണ്ട് കൂടെ വയ്ക്കും. ആ ദണ്ട് 1 മുള 2 മുള ചേർത്തത് 3 അങ്ങനെയൊക്കെ ഉണ്ട്, കണക്കുണ്ട്. അതിൻ്റെ മുഴത്തിന് കണക്കുണ്ട്, ഒക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ പോകണില്ല. പരമഹംസ സന്യാസ ദീക്ഷ സ്വീകരിക്കുമ്പോൾ ദണ്ട് നമ്മൾ ഉപേക്ഷിക്കാൻ മന്ത്രമൊക്കെ ഉണ്ട്. അത് ഉപേക്ഷിക്കുന്ന മന്ത്രം ഉണ്ടോ എന്നിപ്പോൾ ചൊല്ലുന്നില്ല. നിങ്ങളാരും സന്യാസം സ്വീകരിക്കാൻ പോകല്ലോ ഇപ്പോൾ. അപ്പോൾ ശങ്കരാചാര്യർ സ്വയം പരമഹംസ ദീക്ഷ സ്വീകരിച്ചിട്ടില്ല എന്നാണോ? ചോദ്യം 2. മൂന്നാമത്തെ പ്രശ്നം, ഞാൻ പൂർവാശ്രമത്തിൽ സന്യാസത്തിന് മുമ്പ് ബ്രാഹ്മണനായിരുന്നു എന്ന അഭിമാനം ശങ്കരാചാര്യർ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വരുമോ? അങ്ങനെയാണെങ്കിൽ ദണ്ട് പിടിക്കാം. ആ ദണ്ടിനെ സാക്ഷിയാക്കിയിട്ട് പൂജയൊക്കെ ചെയ്യും. അതുകൊണ്ട് ശങ്കരാചാര്യർക്ക് ദണ്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ സ്വാമി ചിത്രങ്ങളിലൊക്കെ ദണ്ടുണ്ടല്ലോ, അത് സർവസമ്മതമായിട്ടുള്ളത് ദണ്ടുള്ള രൂപമാണ്. അതുകൊണ്ട് അതെങ്ങനെ വന്നു? വിദ്യാരണ്യസ്വാമി കൃതമായ ശങ്കര ദിഗ്വിജയമാണ് ശങ്കരാചാര്യരുടെ ജീവചരിത്രങ്ങളിൽ ആദ്യം ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം പലരും ശങ്കര ദിഗ്വിജയങ്ങൾ എഴുതി. പലരും. എങ്കിലും ആദ്യത്തെ ശങ്കര ദിഗ്വിജയം, പ്രാമാണികമായ ശങ്കര ദിഗ്വിജയം വിദ്യാരണ്യസ്വാമികളുടേതാണ്. വിദ്യാരണ്യസ്വാമികളുടെ കാലം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരുടെ കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാ, എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാ. വിജയനഗര സാമ്രാജ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുക. അതാണല്ലോ വിദ്യാരണ്യസ്വാമിയുടെ കാലം. അപ്പോൾ ആ കാലമാകുമ്പോഴത്തേക്കും മഠാധിപതിമാരെ കണ്ട് എല്ലാവരുടെ മനസ്സിലും എന്തായി? ശങ്കരാചാര്യനാണെച്ചാൽ അതുണ്ട് ഉണ്ടാവും എന്നുള്ളൊരു സങ്കല്പം ഉറച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത് ന്യായങ്ങളാണ്. ഇതിനൊക്കെ ഉത്തരങ്ങൾ വേണം. അപ്പോൾ ദണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തിപരമായ അഭിപ്രായം. ഇത് കേവലം ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല. ഈ അഭിപ്രായത്തിന് ഒരുപാട് സമ്മതിയുണ്ട്. ദണ്ട് ഉണ്ടാവും എന്നുള്ള അഭിപ്രായത്തിനും ഒരുപാട് സമ്മതിയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് തല്ല് കൂടാൻ പോകണ്ട. ദണ്ട് വേണ്ടവർ വച്ചോട്ടെ, ദണ്ട് വെക്കണ്ടാത്തവർ വെക്കണ്ട, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ശങ്കരാചാര്യ എന്ന സങ്കല്പത്തിൽ നമ്മളവിടെ വരയ്ക്കണ ചിത്രങ്ങൾക്കോ വയ്ക്കണ ചിത്രങ്ങൾക്കോ ഒന്നും ദണ്ട് ഉണ്ടാവില്ല. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നൊന്നും അറിയില്ല. മറ്റേതൊക്കെ ദണ്ടുണ്ടാവും.
എല്ലാത്തിലൊന്നും ഉണ്ടാവില്ല, ദണ്ട് വെക്കാണ്ട് വരയ്ക്കണ കൂട്ടരുണ്ട്. അപ്പോൾ ഇതാണ് അതിനുള്ള മറുപടി. അപ്പോൾ ഇതൊക്കെ ഇത് ഒരു 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 തർക്ക വിഷയം ആണിത്. ഇത് പറയുമ്പോൾ വ്യക്തിപരമായൊരു അനുഭവമാണ്, അതും കൂടി പറയണം. അത് പറയാതിരുന്നാൽ പൂർണ്ണമാവില്ല. ഇത് ചർച്ച വന്നുകൊണ്ടാണ്. 1989 നമ്മൾ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത്. അപ്പം ദീക്ഷ സ്വീകരിച്ചു. ശിവരാത്രി സമയത്ത് ആശ്രമത്തിലെത്തി. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ചിദാൻജി, വലിയ സ്നേഹമായിട്ട് ചിദാൻജി എന്നൊക്കെയാണ് വിളിക്കുക, ദേഷ്യം പിടിച്ചാൽ വേറെയും വിളിക്കും. അപ്പോൾ വലിയ സ്നേഹം ലോഹ്യമൊക്കെ ഉള്ളപ്പോൾ ചിദാൻജി എന്ന് വിളിക്കും. ചിദാൻജി, എന്തായാലും സന്യാസമൊക്കെ സ്വീകരിച്ച് വന്നാലേ ഒന്ന് കാശികാനന്ദഗിരി സ്വാമികളെ ഒന്ന് പോയി കണ്ട് നമസ്കരിച്ച് വന്നോളൂ. അപ്പോൾ കാശികാനന്ദഗിരി സ്വാമി എന്ന് പറഞ്ഞാൽ ആരാ? ആചാര്യ മഹാമണ്ഡലേശ്വർ എന്നുള്ളതല്ല വിഷയം. അറിവിൻ്റെ ഒരു സാഗരമായിട്ട് മാനിക്കപ്പെടുന്ന ആളാണ്. സർവദർശനങ്ങളിലും അദ്വിതീയൻ, സർവദർശനങ്ങളിലും അദ്വിതീയൻ. അനേക ശതം ഗ്രന്ഥങ്ങൾ എഴുതി അനേകം പേർക്ക് മാർഗദർശനം ചെയ്തു എന്നുള്ളതൊക്കെ വേറെ. മൊത്തം എല്ലാ അഖാഡകൾക്കും ഉപരി ആചാര്യ മഹാമണ്ഡലേശ്വർ സ്ഥാനത്താണ് സ്വാമിജി ഇരിക്കുന്നത്. സ്വാമിയുടെ വിദ്വത്തെ പറയാത്തതാട്ടോ ഭേദം. ഇത്ര വലിയ വിദ്വാന. ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. സ്വാമിജി ഇപ്പോൾ ഈ പറയുന്ന അവസ്ഥയൊക്കെ എത്തുമ്പോൾ വളരെ പ്രൗഢാവസ്ഥയിൽ, വൃദ്ധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രായ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് MA-ക്ക് സർവദർശന ആചാര്യനാണ്. അന്ന് ആ വിദ്യാർത്ഥി എഴുതിയ ആൻസർ പേപ്പറുകൾ ഇന്നും സമ്പൂർണ്ണാനന്ദ യൂണിവേഴ്സിറ്റിയിൽ റെഫറൻസാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വിദ്യാർത്ഥി എഴുതിയ ആൻസർ പേപ്പർ ഒരു റെഫറൻസ് പുസ്തകമായിട്ട് യൂണിവേഴ്സിറ്റി സൂക്ഷിക്കണമെങ്കിൽ ആരാ? ഒക്കെ പദ്യത്തിലാണ്. സംസ്കൃത പദ്യമാണ്. വാല്യൂ ചെയ്യാൻ പറ്റണ്ടേ? ഫുൾ മാർക്ക് കൊടുക്കല്ലാണ്ട് ആചാര്യന്മാരെന്ത് ചെയ്യും? അങ്ങനെ 100-ൽ 100 മാർക്കിലാണ് ദർശനങ്ങൾ മുഴുവൻ പാസ്സായത് ആചാര്യൻ. അങ്ങനത്തെ ആചാര്യനാണ്, ബാക്കി പറയണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും സത്യം തുറന്നു പറയാമല്ലോ, നമുക്കൊക്കെ അടുത്ത് പോവാനൊരു പേടിയാണ്. അതെ, ചിരിക്കൊന്നുമില്ലയോ? അയ്യോ ചിരിക്കണം. എന്താ നോട്ടം കണ്ടാൽ തന്നെ പേടിയാവും. ചിരിക്കണ പ്രശ്നമല്ല, വളരെ ആ ഒരു ഗൗരവത്തിൽ. അപ്പോൾ കാശികാനന്ദഗിരി സ്വാമിയെ പോയി നമസ്കരിച്ച് വരുമെന്ന് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷവും അതേ സമയത്തൊരു സങ്കോചവും രണ്ടും. ഏതായാലും പോയി ഒരുവിധം കുറച്ച് പഴമൊക്കെ വാങ്ങി, ആപ്പിൾ പഴമൊക്കെ വാങ്ങി സ്വാമിയുടെ അടുത്ത് എത്തി നമസ്കരിച്ചു. ഇപ്പോഴും ഓർമ്മയുണ്ട്. ദീർഘ നമസ്കാരമൊക്കെ ചെയ്തു. സ്വാമി ഇരിക്കുക, ഇതൊന്ന് മുഖം പൊന്തിച്ച് നോക്കി. ഇപ്പോൾ സ്വാമിജി ശരീരം കൊണ്ട് മലയാളിയാണെന്ന് എത്ര പേർക്കറിയാം? പക്ഷെ മലയാളം പറയില്ല കേട്ടോ. മലയാളം പറയുകയില്ല. ഹിന്ദി, സംസ്കൃതം 2 മാത്രമേ പറയുള്ളൂ, മലയാളം പറയില്ല. അപ്പോൾ ചോദിച്ചു, എവിടെ നിന്നാണ്, എന്താ പേര്? പേര് പറഞ്ഞു, സ്വാമി ചിദാനന്ദപുരി എന്നാണ്. എവിടുന്നാണ് വരുന്നത്? ഗുജറാത്ത് അഹമ്മദാബാദിൽ നിന്നാണ്. വിമലാനന്ദജിയുടെ ശിഷ്യനാണോ? അതെ. ഇരിക്കൂ. ഇരിക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇരിക്കാതിരിക്കാൻ വയ്യല്ലോ. ഒരാൾ നമ്മളോട് ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ബഹുമാനം കാണിച്ച് നിൽക്കാൻ പാടുണ്ടോ? എന്താ അഭിപ്രായം? ഒരാൾ നമ്മളോട് ഇരിക്കൂ എന്ന് പറഞ്ഞു, ബഹുമാനം കൊണ്ട് നിൽക്കാൻ പാടുണ്ടോ? ഇല്ലയോ? ഇല്ല. അപ്പം ഇരിക്കണം. അതാണ് ബഹുമാനം. പറഞ്ഞാൽ അത് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഉടനെ ഇരുന്നു. അതിന് മുമ്പിൽ ഇരിക്കാന്നൊക്കെ പറഞ്ഞാൽ കാലിൻ്റെ മുട്ട് പറിക്കണത് എന്തായാലും കാണില്ല. അങ്ങനെ ഗുണമുണ്ട് ഇരിക്കുകയായതുകൊണ്ട്. അത്രയോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഓ അപ്പോൾ വിമലാഞ്ജിയുടെ ശിഷ്യനാണ്, ഞാനൊരു മന്ത്രം പറയാം, ആ മന്ത്രത്തിലുള്ള തെറ്റെന്താന്ന് ചൂണ്ടിക്കാണിക്കണം. ഭഗവാനെ, ഇതിപ്പോൾ പറയാതിരിക്കാനും പറ്റില്ല, പറയാനും പറ്റില്ല. എന്നാണ് ഈ സാധനം ചോദിക്കാൻ പോണത്? കണ്ടാലേ അറിയുള്ളൂ അതിൻ്റെ ഗൗരവേ. പിന്നെ ഗൗരവത്തിലുപരി നമ്മളൊക്കെ മനസ്സിലൊരു ഗൗരവം ഉണ്ടല്ലോ, അങ്ങനെയില്ലേ? ഇത്രയും വലിയൊരാളെടുത്താൽ പോകണമെന്നുള്ളൊരു അങ്ങനെ ഉണ്ടാവില്ലേ? അതുകൊണ്ട് അദ്ദേഹം എത്ര സ്നേഹമായി പെരുമാറിയാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നമ്മളെ മനസ്സിൽ അത്രയും വലിയൊരാളെടുത്തേക്കാണ് പോണത്. ഞാൻ പറഞ്ഞു, ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ, ഇതാണ് മാത്രം. ഇതിലെന്താ തെറ്റ്? ഇതാണ് ചോദ്യം.
നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വന്നു. ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് അത്രയേ ഉള്ളൂ. പെട്ടെന്ന് മനസ്സിൽ വന്നു, കൃഷ്ണായ പരബ്രഹ്മണേ നമഃ എന്നുള്ളത് ശരിയാണ്. ശ്രീ മായാതത്വമാണ്. അപ്പം മായായുക്തനാകുമ്പോൾ പരബ്രഹ്മല്ല, അപരബ്രഹ്മാണ്. ശ്രീകൃഷ്ണായ അപരബ്രഹ്മണേ നമഃ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ശ്രീകൃഷ്ണായ പറഞ്ഞാൽ പരബ്രഹ്മമല്ല, അപരബ്രഹ്മമാണ്. ഇനി പരബ്രഹ്മമാണെങ്കിൽ കൃഷ്ണായ പരബ്രഹ്മണേ നമഃ എന്ന് പറഞ്ഞാൽ ശരിയാണ്. സ്വാമിജി അപ്പം തന്നെ എഴുന്നേറ്റ്, ഇപ്പോഴും ഓർമ്മയുണ്ട്, തൊട്ട് ബാക്കിൽ അളമാരി ഉണ്ട്, അവിടുന്ന് ഒരു പുസ്തകം എടുത്തു, അദ്ദേഹത്തിൻ്റെ ദ്വാദശ ദർശന സംഗ്രഹം എന്നുള്ള പുസ്തകം. അന്ന് അതിന് 80 റുപ്യ വില. അത് സമ്മാനമായിട്ട് തന്നു. ഇപ്പോഴും ആശ്രമത്തിലുണ്ട് ആ പുസ്തകം. അത് സമ്മാനമായി തന്നു. അത് വിശേഷ. കാരണം സ്വാമിയുടെ കയ്യിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ 2 സ്വാമി ആർക്കും ഒന്നും കൊടുക്കില്ല എന്നുള്ളത് പ്രസിദ്ധമാണ്. സന്യാസിമാർക്കിടയ്ക്ക് പ്രസിദ്ധമാണ്, ആർക്കും ഒന്നും കൊടുക്കില്ല. അപ്പോൾ അത് കിട്ടിയത് വലിയ സന്തോഷമായി. എന്തായാലും അവിടെ നമസ്കരിച്ച് പോന്നു. അന്ന് ഈ പുസ്തകം കിട്ടിയപ്പോൾ നമ്മൾ നോക്കി എൻ്റെ മുഖചിത്രം. അതിൽ ശങ്കരാചാര്യൻ്റെ ചിത്രമാണ്, ദണ്ടില്ല. എന്നാണ് ആദ്യമായിട്ട് ദണ്ടില്ലാത്തൊരു ചിത്രം നമ്മൾ കാണുന്നത്. അതിന് മുമ്പ് കണ്ടതിലൊക്കെ ദണ്ടുള്ള ചിത്രമാണ്. അപ്പോൾ ചിത്രം നോക്കിയപ്പോൾ നമ്മളെ മനസ്സിൽ ഈ സംശയമുണ്ട്, ക്യാ ഒന്നും. ആ ചോദ്യമൊക്കെ കുറച്ച് ഗൗരവമാണ്. അപ്പോൾ സംശയം ചോദിക്കാറുണ്ട്. എന്താണ് ഇത്? ഈ ചിത്രത്തിൽ ദണ്ട് കാണുന്നില്ല. ഇതിന് മുമ്പ് ശങ്കരാചാര്യ ചിത്രം കണ്ടതിലൊക്കെ ദണ്ടുണ്ട്. അതെന്താ അങ്ങനെ? അവിടെ സ്വാമിജി ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, ശങ്കരാചാര്യർ സ്വയം പരമഹംസ പരിവ്രാജകനല്ല എന്ന് വരുമോ? രണ്ടാമത്തെ ചോദ്യം, പൂർവാശ്രമത്തിൽ ബ്രാഹ്മണനായിരുന്നു എന്ന അഭിമാനം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വരുമോ? മൂന്നാമത്തെ ചോദ്യം, ശങ്കരാചാര്യർ മഠാധിപതി ആയിരുന്നുവോ? ഇത്രയേ ഉള്ളൂ. വേറൊരു ഉത്തരവില്ല, ഒന്നുമില്ല. വേഗം തന്നെ ഒന്നും കൂടി നമസ്കരിച്ച് നമ്മളവിടുന്ന് പോവുകയും ചെയ്യും. ഈ ഒരു അനുഭവമാണ്. മുമ്പ് വലിയ വാദം നടന്ന വിഷയമാണ്. കരപാത്രജിയും മഹേശാനന്ദഗിരി സ്വാമിയും രണ്ടും ഭാരതത്തിൽ ഏറ്റവും വലിയ വേദാന്ത വിദ്വാൻമാരായിട്ട് അറിയപ്പെട്ടവരാണ് ആ കാലഘട്ടത്തിൽ. ഒരു ഭാഗത്ത് ധർമ്മമൂർത്തി കരപാത്രജി, മറ്റേ ഭാഗത്ത് വിദ്വത് വരിഷ്ഠനായ മഹേശാനന്ദഗിരി. രണ്ടുപേരും തമ്മിൽ ഗംഭീരവാദം നടന്നു. കാശിയിലെന്നാ ഓർമ്മ. ദണ്ട് വേണം എന്ന് കരപാത്രജി, ദണ്ട് വേണ്ട എന്ന് മഹേശാനന്ദഗിരി. അതങ്ങനെ തുടർന്നു. രണ്ടാളും ആ അഭിപ്രായത്തിൽ തന്നെയാണല്ലോ പിരിഞ്ഞത്. അഭിപ്രായം രണ്ടാളും മാറ്റിയിട്ടില്ല. മഹേശാനന്ദഗിരി സ്വാമിയുടെ ശിഷ്യനാണ് കാശികാനന്ദഗിരി സ്വാമി. പിന്നീട് ഈ അഭിപ്രായം തന്നെയാണ് ചിന്മയ മിഷൻ തുടങ്ങിയവ സ്വീകരിച്ചത്. അതുകൊണ്ട് ചിന്മയ മിഷൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളിലും ദണ്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഉണ്ടോയെന്നറിയില്ല, ഉണ്ടായിരുന്നില്ല. അതാണ് ദണ്ടിനെ പറ്റി പറഞ്ഞാൽ. എന്നാൽ ശങ്കരാചാര്യന്മാർ സമ്മതിക്കില്ല. അത് ദണ്ടില്ലാത്ത ചിത്രം കണ്ടാൽ അന്യായമാണെന്ന് അവർ പറയും. ഇതൊക്കെയാണ് ശങ്കരാചാര്യ രൂപം, കാലം ഒക്കെ പ്രശ്നമാണ്. ഇതിൽ വേറൊന്നും കൂടി കൂട്ടിച്ചേർക്കണം. മഹാമണ്ഡലേശ്വരന്മാരാരും ദണ്ടുള്ളവരല്ല കേട്ടോ. എല്ലാം ദണ്ട് ഉപേക്ഷിച്ചവരാണ് മഹാമണ്ഡലേശ്വരന്മാർ. അത് വലിയ ഒരു വിഷയമാണ്. നമുക്ക് നിർണയമൊന്നും പറയാൻ വയ്യ. ശരി, തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം. സന്തോഷം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.